ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന തങ്കമല എസ്റ്റേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത്, വീടും നാടും വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്ലീൻ തങ്കമല ഗ്രീൻ തങ്കമല എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. തങ്കമല എസ്റ്റേറ്റിലെ സ്കൂൾ കുട്ടികളും പരിപാടിയിൽ പങ്കുചേർന്നു. തങ്കമല എസ്റ്റേറ്റ്, ലയൺസ്, അംഗൻവാടി, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ സ്പ്രേ ചെയ്യുകയും കൊതുകുകൾ വരാതിരിക്കാനുള്ള മരുന്ന് തളിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 அன்னைக்கு இவ்வளோ பெரிய பரிபாடி அரேஞ்ச் செய்வது மாதிரி என்னைக்கு ஒற்றுமையாக ஒரு பரிபாடி நிலைநிறுத்திட்டு போகுது. இந்த சங்கடனையை முன்னாடி நல்ல ரீதியில் முன்னாடி கொண்டு போகணும். ஜாதி மதம் இதெல்லாம் இல்லாமல் அதுக்கு வேறுபட்டு போன அக்டோபர் 2 அன்னைக்கு நான் மூங்கிலாறுவில் ஒரு இதே மாதிரி சங்கடனை பரிபாடி உட்கார்ந்து செஞ்சிருந்தேன். அது என்னன்னு சொன்னால் ரத்ததானம் செய்யறதுக்குள்ள ஒரு குரூப் அரேஞ்ச் செய்து அவங்க யாருக்கு வேணும்னாலும் ஹெல்ப் பண்றதுக்கு வேண்டி யார் அந்த இதுல எங்க இருந்து கூப்பிட்டாலும் அவங்க സമൂഹമുള്ള വാർഡ് മെമ്പർ മുനിയലക്ഷ്മി യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ ഭാരവാഹികളും സ്കൂൾ കുട്ടികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരാനാണ് അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.